ഹലോ ഹലോ, നീ എവിടാടാ? ഞാൻ പുറത്തുണ്ട്. എവിടെ പുറത്ത്? ഞാനിപ്പോ വീടിന്റെ അകത്തുണ്ടല്ലോ. മുന്നേ ഞാൻ വീടിന് പുറത്തല്ലേ, അപ്പൊ നീ എന്നെ എങ്ങനെ കാണണേ? ആ അതും ശരിയാ. എടാ ഞാൻ വിളിച്ചെന്താന്നറിയോ, നല്ല ആൽക്കഹോളിക് വെതർ, മഴയൊക്കെ ഉണ്ട്. ശരിയാണല്ലോ. 2 കുപ്പി എടുത്തോണ്ട് വന്നീ. ചെറുതെടുത്താൽ വെറുതെ എടുത്താലോന്നോ? ചെറുതോ വലുതോ എന്തെങ്കിലും 2 എടുത്തോണ്ട് വാ. പൈസ ഉണ്ടല്ലോ എന്റെ ഇല്ല, നീ അയക്കണം. എന്നാ പിന്നെ ഞാൻ പോയി അങ്ങ് മേടിച്ചാ പോരെ? അപ്പൊ ഞാൻ എങ്ങനെ കൂച്ചും? നീ ഒരു കാര്യം ചെയ്യ്, ആ മതിലിന്റെ അപ്പുറത്തേക്ക് ജാതി 2 എടുക്കാം. ഇത് കണ്ടാ? എന്തുവാ ഇന്നത്തെ വൈറൽ വീഡിയോ ഏതാണെന്നറിയോ? എന്റെ വീഡിയോ നോക്ക്. കണ്ടു. എടാ മിസ്റ്റർ, ഇങ്ങനെ പുച്ഛിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യം ഞാൻ പറഞ്ഞേ, ആ ഫോണിൽ വന്നില്ല. ഞാൻ വിശ്വസിച്ചു. ഞാനേ നല്ല മൂഡിൽ വന്നേക്കെ നോക്കിയേ. ഇത് കണ്ടോ, ഇൻസ്റ്റാ കൊളാബ് വന്നിരിക്കണ കമന്റ്സ് ഞാൻ റിപ്ലൈ കൊടുത്ത് കൊള്ളനല്ല. ഇത് കണ്ടോ, ഓ മൈ ഗോഡ് ദ റീൽ സോ ഗുഡ്, ക്യാൻ വി കൊളാബ് എന്നൊക്കെ പറഞ്ഞുള്ള റിക്വസ്റ്റ് നോക്ക്. കണ്ണ് തുറന്ന് നോക്ക്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? ക്യാൻ വി കൊളാബ് എന്നോ? ഇത് ക്യാൻ വി കൊളാബ് എന്നൊന്നുമല്ല. നമ്പർ അയച്ചാലോ ഏതോ കോഴി പൈസ അയച്ചേ. ഒരു മിനിറ്റ്. ഹലോ, ആ നാളെയോ? നാളെ ഈവനിങ് ഓക്കെ ആണ്. ആ കുഴപ്പമില്ല. എവിടെ വെച്ച് ഓക്കെ ആയിരുന്നു നാളെ? ഓക്കെ, വണ്ടി പ്രൊവൈഡ് ചെയ്യോ? ആ എന്നാ കുഴപ്പമില്ല. ജസ്റ്റ് ഏകദേശം എത്ര ടൈം എടുക്കും? 1 hour. ആ ഓക്കെ 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 ഫൈൻ. യാ ഇറ്റ്സ് മൈ പ്ലഷർ. ഒരു കുഴപ്പമില്ല. ഓക്കെ. എന്താ പ്രഷർ എന്നൊക്കെ പറയുന്നു? ഓടുന്നത് ആരെ വിളിച്ചെന്നറിയോ? ഇന്റർവ്യൂവിന്. ശരിക്കും ഇന്റർവ്യൂവിനെ വിളിച്ചു. 10ാം ക്ലാസ് ജയിച്ച നിനക്കാര് ജോലി തരാൻ ഇന്റർവ്യൂവിന്? അതെ, അല്ലെങ്കിൽ എന്നും അതെ. മുറ്റത്തെ മുള്ളിക്ക് മണമല്ല. എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് ആരെ വിളിച്ചെന്നറിയോ? ഒരു മൊല്ല ഒന്ന് പറിച്ചു അവിടെ നിൽക്കുന്ന തുളസിയുടെ ഇടയിൽ. ഈശ്വരാ, ഈ നിലവാരമില്ലാത്ത കോമഡിക്ക് എനിക്ക് ടൈമില്ല ചിരിക്കാൻ. സോറി, അടുത്ത കോൾ തന്നെ മേ ബി ഇന്റർവ്യൂവിനായിരിക്കും. ഹലോ, ഇന്റർവ്യൂവിന് നല്ല കടക്കാരായിരിക്കും. ഹലോ. അയ്യാ ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മനുഷ്യൻ ഒരു ദിവസം എന്തെങ്കിലും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ, അവനിവിടെ ഇരിപ്പുണ്ടല്ലോ. തെന്നലുണ്ട്. എടാ, നീ ഇവിടെയൊക്കെ തെന്നി കിടക്കണത് നീ കണ്ടില്ലേ? മഴക്കാലമായി കഴിഞ്ഞാൽ മൊത്തം തെന്നല. തെന്നിടിച്ച് വീഴും. ഇവിടൊക്കെ എന്തെങ്കിലും കുമ്മായ എന്തെങ്കിലും മേടിച്ചിട്ടാ തെന്നൽ കുറയും. കുമ്മായി മേടിക്കാൻ എന്തിനാ പറഞ്ഞിട്ടേന്ന്? അല്ലടാ, അത് പിന്നെ ചെറിയൊരു വിഷയം ഉണ്ടായി. എന്ത് വിഷയം ഉണ്ടായി? ഇവിടെ അവിടെ ഊടുക്കത്ത് തിരക്ക്. ഈ മഴ കാരണം ഞാനോർത്ത് ആരും ഇല്ലായിരിക്കും എന്നൊക്കെ ഓർത്താണ് ഞാൻ ചെന്നത്. അയ്യോ മഹാനാന്നല്ലോ. കള്ളു കുടിക്കാത്ത ഒരു മഹാൻ തിരക്കിന്റെ ഇടയിൽ വലിഞ്ഞു കയറാത്ത. എടാ പണ്ട് നീ ആ ക്യൂവിൽ നിന്നോമാരെടുത്തു 10 രൂപ ചില്ലറ മേടിച്ചേച്ച് നീ ക്വാർട്ടർ മേടിച്ച് അടിച്ചോണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? അതൊക്കെ കഥകളുടെ സാഹചര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിട്ടൊക്കെയാ. ഇത് അതല്ല സംഭവം. വേറൊരു പ്രശ്നമുണ്ട്, ഇവിടെ കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അത് പോട്ട്. നമ്മുടെ ദേവസ്വം ഇല്ലയോ? ദേവസ്വം ഒരു വീഡിയോ എടുത്തു കൊടുത്തു അവക്ക്. ആർക്ക് വീഡിയോ എടുത്തു? ശോഭനയ്ക്ക്. റീലിന്റെ. നമ്മള് കഴിഞ്ഞ ആഴ്ച എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ ഒന്ന് എടുത്തു തരാൻ പറഞ്ഞു. ഞാൻ വലിയ പുല്ലെന്നൊക്കെ പറഞ്ഞു വിട്ട്. എന്ത് ചെയ്യത്? ഉച്ചയൊക്കെ വെച്ച് വിട്ടേക്കുന്നേ അങ്ങോട്ട്. കേക്ക് നീ പറയുന്നേ അത് കേറി ഓടിയാ ഇതൊന്ന് വൈറലായെന്ന്. വീഡിയോ വൈറലായിരുന്നു. പക്ഷെ അതിനൊരു സാധ്യതയില്ലടാ. അവളുടെ വീഡിയോ ഒക്കെ എങ്ങനെ വൈറലാവട്ടെ? ഞാനും നോക്കട്ടെ. അത് വല്ല തട്ടിപ്പായിരിക്കും, വല്ല കാശ് കൊടുത്ത് മറ്റേ ഇത് കയറ്റിയതായിരിക്കും. എടാ, അവക്ക് കൊളാബിനൊക്കെ നാട്ടുകാരൊക്കെ വിളിക്കുന്നു. കൊളാബിനാ? എടാ, നീ ഈ വൃത്തിയായിട്ടൊന്നും നീ അങ്ങേക്ക് കൊടുക്കരുത് കേട്ടാ. വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഇവന്റെ അടുത്ത് പറഞ്ഞ വേറെ വർക്കുകൾ കിട്ടാൻ വേണ്ടി അവരെ വിളിക്കുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തോ ചെയ്യും? എന്താ ചെയ്യണ്ട? ഞാനിപ്പോ എന്നാ ചെയ്യണം? നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഞാൻ അതിനാണ് അവിടെ. നീ പോ. ഞാൻ പോവാ. എനിക്ക് ഇവിടെ നിൽക്കാൻ വലിയ താല്പര്യമില്ലേ. ആ കട്ടൻ ചായ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ശോഭനേ, നിങ്ങൾ എന്നെ നേരിട്ട് ചന്ദ്രന്ന് വിളിക്കാറില്ല, ശോഭനയുമില്ലേ? ഇനി അതൊക്കെ തോന്നണ്ടേ? നീ വാ. ഓ സോറി, ഇന്റർവ്യൂല്ലേ. പക്ഷെ ഇനിയുള്ള 2 days ഞാൻ കുറച്ച് ബിസി ആയിരിക്കും. ഓൾറെഡി പാക്ക്. ഇല്ല കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി പേയ്മെന്റിന്റെ മാത്രമല്ല, ടൈമും കൂടെ നമ്മൾ നോക്കണല്ലോ. ഇനാഗ്രേഷൻ എന്നത്തേക്കായിരിക്കും? ഓക്കെ ഡേറ്റ് പറഞ്ഞാൽ മതി. ഓക്കെ. ഹലോ, സോറി കേട്ടോ, കുറച്ച് തിരക്കായി പോയി. ഞങ്ങള് വിശേഷമൊക്കെ അറിഞ്ഞിട്ട് വന്നാ ആണല്ലേ? ചെറുതായിട്ട്. അല്ല ശോഭന, കുറെ നേരം തള്ളുന്നുണ്ടായിരുന്നല്ലോ ഫോണില്. തള്ളുന്നതായിട്ട് തോന്നി? ശരിക്കും തള്ളുന്നതായിട്ടാ തോന്നി? അയ്യോ അല്ല, ആക്ച്വലി അത് അങ്ങനെയല്ല കേട്ടോ. ഇത് റിയൽ ആണ്. അത് അറിയുന്നില്ലാത്തായിരുന്ന. ആണല്ലേ? പിന്നെ വേറൊരു കാര്യം കേട്ടോ, നീ എയർലൈൻ കേട്ടല്ലോ. എയർ അല്ല കുട്ടി, വൈറൽ. വൈറലായോ? കൺഗ്രാജുലേഷൻസ്. അതല്ല, ഈ യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ മറ്റേ വൈറലാവത്തില്ലേ വീഡിയോസ് ഒക്കെ ചെയ്ത്
ഓൾമോസ്റ്റ് 6 മില്യൺ നമ്മുടെ വീഡിയോസ്. എന്തായാലും എയറിലായി. 6 മില്യൺ എന്ന് പറയുമ്പോ 60 ലക്ഷം. എന്ത് ചെയ്യാൻ, അതിങ്ങനെ കയറി കയറി വന്നോണ്ടിരിക്കും. യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണേ പറ കേട്ടോ, ഞാൻ സഹായിക്കാം. എനിക്കാണെ കൊളാബ് ചെയ്യാൻ മുട്ടി നിൽക്കുക. കൊളാബോ? സോറി, നിങ്ങൾ നാളെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇവിടോട്ട് കൊളാബ് ചെയ്യണം അല്ലേ? അതിനൊക്കെ കഴിവ് വേണം. നീ വൈറലായി ഇതുവരെ? ഞാൻ ആക്ച്വലി ഇപ്പോ കുറച്ച് പെയ്ഡ് കൊളാബ് ഒക്കെ എടുക്കുന്നത്. ആണല്ലേ? കാരണം നമുക്ക് എല്ലാം കൂടി പറ്റുന്നില്ലല്ലോ. ഇപ്പൊ പുറകെ സീരിയലിൽ നിന്ന് വിളി വരും, പുറകെ സിനിമയിൽ നിന്ന് വിളി വരും, വലിയ ആളാവും. നമ്മളൊക്കെ മറക്കുവോ? അങ്ങനെ ഞാൻ മറക്കും, അതെന്റെ ഒരു സ്വഭാവമാണ്. അതൊക്കെ സ്വഭാവം എനിക്കില്ല. ആണല്ലേ? ഇങ്ങോട്ട് പോന്നേ, തള്ളി തള്ളി. എവിടെ പോവാ? ഒന്നുമില്ല, നീ ഇപ്പൊ വൈറലായല്ലോ, ഞങ്ങളും കൂടി ഒന്ന് വൈറലാവാൻ പറ്റുമോ നോക്കട്ടെ. എനിക്കും കോള് വരുന്നുണ്ട്. വേണ്ട വേണ്ട, അതിന്റെ ആവശ്യമില്ല. ശരി കേട്ടോ. ഓക്കെ ഓക്കെ, പിന്നെ നോക്കിയിരുന്നാ മതി, ഇപ്പൊ വരലാവും. ഹലോ. പറ്റില്ല പറ്റില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അന്ന് മോൾക്ക് തട്ടിൽക്കാട്ട് ജ്വല്ലറിയിൽ വാക്ക് കൊടുത്തതാണ്, അന്ന് ചെല്ലാന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് വെച്ചാൽ മോക്കാണെങ്കിൽ ഒട്ടും സമയമില്ല. അന്ന് തന്നെ ഞങ്ങൾക്ക് 8 ഉദ്ഘാടനമുണ്ട്. 8 ഉദ്ഘാടനത്തിന് 8 സംസ്ഥാനത്താണ്, അല്ല മറ്റേ 8 ജില്ലയിലാണ്. ആയിക്കോട്ടെ, ശരി എന്നാൽ നോക്കിയിട്ട് വിളിക്ക്. എന്നിട്ട് ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ ഡേറ്റ് വരും. ആൾക്കാരെ കൊണ്ട് തോറ്റ്. മോളെ മോള് പെണ്ണെടുത്തായിരുന്നു മാമൻ്റെ? പേന ചെവിലിരിക്കുന്ന നോക്കൂ. തിരക്കുകൊണ്ടേ ഒക്കെ മറന്നുപോയി. എന്ത് പോയി? 15. 15-ാം തീയതി നമുക്ക് വേറെ എന്തോ പരിപാടി ഇല്ലേ? അതായത് ചാനലിന്റെ ഇന്റർവ്യൂ. ഈശ്വര, ഇതിനെയാണല്ലോ ഞാൻ പി ആക്കിയിരിക്കുന്നത്. ഒരു മിനിറ്റ് മാൻ. ഇരിക്കണോ? അത് 24-ാം തീയതിയാണ്. അപ്പം നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഡേറ്റ് കൊടുക്കാം. വൈകുന്നേരം ഒരു 3 മണിക്കൂർ, ഒരു 1.5 മണിക്കൂർ ടൈം അത് കൊടുത്താൽ മതി. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ശരി. എനിക്കുണ്ടല്ലോ ആക്ച്വലി എനിക്ക് കുറച്ച് പേടിയുണ്ട് ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോഴേ. എന്തിന്? നമ്മളൊന്ന് പ്രിപ്പയർ ആവണ്ടേ? അതൊക്കെ ശരിയാവും. ഇനിയിപ്പൊ നോക്കണ്ട, നമുക്ക് 3-4 ബാങ്കിന്റെ അക്കൗണ്ട് കൂടി എടുക്കണം. കുറച്ച് ഓവറാവുന്നുണ്ട്. എന്താ? കുറച്ച് ഓവറാവുന്നുണ്ടെന്ന്. ഓ പിന്നെ കണ്ണുകടി അത് ഞാൻ സഹിക്കൂല. എൻ്റെ ശോഭന മോളുടെ കഴിവുകൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്താ ചാക്കാമണ മോയാത്ത മറ്റാണ്, എനിക്കങ്ങനെ തോന്നിയത്. നിന്നെ കൊണ്ട് പറ്റുമോ ഇതേമാതിരി വൈറലാവേ? ബോടോ പെട്ടതല്ല, ഞങ്ങളെങ്ങോട്ട് പറ്റും. ആണോ? അതൊന്ന് കാണിച്ചത്. അല്ല, ഞങ്ങൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യം ഇല്ല. കാണിച്ചു കൊടുക്കണം. താല്പര്യം ഉണ്ടെങ്കിൽ നീ ഞാനൊന്നും ചാലഞ്ച്. എന്നാ വൈറലായി കാണിക്കാം. പോരെ? വൈറലാവാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. കാണണം. ഒരു മലയും കിട്ടോ, പോവാം മലയ്ക്ക്. പോയിട്ട് വാ വൈറലായിട്ട്. ഈ സുപ്രു ഈ നളിലാൻഷിന്റെ കൂടെ കൂടിയിട്ടാണ് ചീത്തയായി പോന്നെ. ഇനി നോക്കിയോ, രണ്ടും കൂടി എവിടെയും പോയിട്ട് അടി മേടിച്ചോണ്ട് വരും ഇവിടെ. അയ്യോ, സുഖുവിന് അടി കിട്ടണ്ട. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താ ഒന്നും മിണ്ടാത്ത? അണപ്പല്ല് പോയെന്ന് നോക്കിയേ. ഞാൻ വന്നില്ലായിരുന്നേ, കാണായിരുന്നു. എന്നാലും നാണമില്ലല്ലോടാ നിനക്കൊക്കെ. 3 നേരം വല്ല ചോറും നിന്ന് വീട്ടിൽ ഇരിക്കാനുള്ളതിന് പോയി തല്ലും മേടിച്ചോണ്ട് വന്നിരിക്കുക വൈറലാവാനും മറ്റേ ആവാനും. നീയൊക്കെ ആരാ വൈറലാവാൻ? പ്രാങ്ക് ഇവിടെ കിട്ടിയില്ലേ പ്രാങ്ക്? സമാധാനമായോ? ജീവിതത്തിലെ 2ാമത്തെ അടി. നീ വീട്ടിൽ പോയി എന്നാ പറയും വീട്ടുകാരോട്? അപ്പൊ നിനക്ക് ആദ്യത്തെ അടി എവിടെ ഞാൻ കാണിച്ചേ നോക്കട്ടെ. ആദ്യത്തെ അടി കിട്ടിയത് 1998. ഇവൻ മതിലി ആടിയന്. അതൊക്കെ ഇവിടെ ചോദിച്ചാൽ അറിയില്ല ഇപ്പൊ നിന്നോട്. എന്റെ മോന്ത കണ്ടോടാ, 1.5 ഇടിയായി പോയല്ലോടാ. കാര്യം എനിക്ക് ഇതൊക്കെ ശീലം ഉണ്ടെങ്കിലേ ശീലമായോണ്ടല്ലേ വേദന ഉണ്ടാവും. എടാ, ഇത് വല്ല ആയുർവേദ ആശുപത്രിയിലും പോയി മറ്റേ കിഴിയൊക്കെ വെച്ച് തിരിഞ്ഞാലേ ശരിയാവത്തുള്ളൂ. ഇത്രയ്ക്കൊന്നും ഇല്ല, ഇതൊക്കെ നമുക്ക് ശീലമല്ലേ. എടാ ഇത് കണ്ടാ ചെറുത്. എടാ ഞാൻ പറയട്ടെ, വല്ല CT സ്കാൻ MRI സ്കാൻ ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? ചൂടുവെള്ളത്തിൽ പുളിയില ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും. തലക്കൊന്നും പിടിക്കരുത്, തലക്കൊക്കെ പിടിച്ചിട്ടുണ്ടോ? അപ്പൊ MRI സ്കാൻ എടുത്തേ പറ്റത്തുള്ളൂ. എന്നാ നമുക്ക് MRI സ്കാൻ എടുക്കാൻ പോയാലും നിന്റെ കാശുണ്ടാവും. ഉണ്ടാവും. അതിലും ഭേദം ഇവന് ഇവിടെ കുഴിച്ചിട്ട് ഈ കല്ലൂടെ എടുത്ത് മണ്ടേ വെക്കും. അല്ല, എടാ ഈ ചെവിയുടെ ഇവിടെ ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നീ വല്ല ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്ക് ഇതുപോലത്തെ ഇടിയൊക്കെ കിട്ടുന്നത് നല്ലതാ മുത്തുവണ്ണ. ഓടാ എപ്പരാച്ചി, നിന്റെ കൂട്ടാണ് ഞാൻ. നിനക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് നല്ല കേൾവി. പല്ലൊക്കെ ഉണ്ടോ? കാണിച്ചേ. പല്ലൊക്കെ കൂടുതൽ. അയ്യോ, ലവള് വിളിക്കുന്നേ. രാവിലെ തൊട്ട് റീൽ എടുക്കണം, വൈറലാവണമെന്ന് പറഞ്ഞ് മുട്ടം ബഹളോ. നിങ്ങളെ സ്വന്തമായിട്ട് ചെയ്തു. ഞാൻ പോയി അവർക്ക് റീൽ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നാണം കിട്ടും. ആക്ഷൻ. നമുക്ക് അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്താലേ? അങ്ങനെ പതുക്കെ. അടിപൊളി. ഒരു
പ്രാവശ്യം കൂടെ എടുക്കോ? ഇങ്ങനല്ല ചിരിക്കാനല്ല പറഞ്ഞത്, ചിരിക്കാൻ. അങ്ങനല്ല അടിക്കും ഞാൻ. എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. ഞാൻ കുറെ നേരം കൊണ്ട് എന്റെ പുറകെ വേണ്ടിയിട്ട് നടക്കുന്നു. ചിരിക്കാൻ ഇങ്ങനെ ചിരിക്കാൻ പറ്റുള്ളൂ. എടി ഞാൻ കുറെ നേരം കൊണ്ട് ഇതിനു വേണ്ടി നടക്കുന്നു. എടുത്തു തന്നോ ഭാര്യയായി പോയി. ആണ്ടാരും